അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ തഫ്ഹീമുൽ ഖിറാഅ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത് 2025 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ കൊടുത്ത് യോജിച്ച പേരുകൾ പറയുക എന്നാണ്. ഇവിടെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പേരുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പറയണം. ഓരോന്നിൻ്റെ പേരുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പറയണം. അപ്പോൾ ഇതെന്താ സാധനം, ബക്കറ്റാണല്ലേ. ബക്കറ്റ് എന്താ പറയുക, ദൽവൻ എന്താ പറയുക, ദൽവൻ എന്നാണ് പറയുക. അപ്പോൾ ആ ചിത്രം കണ്ടിട്ട് കുട്ടികളത് പറയണം. അടുത്ത ഇവിടെ പഴങ്ങളാണ് കാണുന്നത്, അതായത് സമർ. സമർ എന്ന് പറഞ്ഞാൽ സമറിന്ന് ഇത് പഴങ്ങളെ ഫോട്ടോ കാണുമ്പോൾ അവരെന്ത് പറയണം, സമർ എന്ന് അവർ പറയണം. അടുത്ത കാരക്കയാണ്, ഈത്തപ്പഴം അല്ലേ. ഏതാണ്, തമ്പ്ര. അതിൻ്റെ പേരെന്താണ്, തമ്പ്ര എന്നാണ്. കുട്ടികളത് കാണുമ്പോൾ ഈ ചിത്രം കണ്ടുകൊണ്ട് ആ പേര് പറയണം. അടുത്ത സൂര്യനാണ് കാണുന്നത്, എന്താ അറബി എന്താ പറയുക, ഷംസ് എന്താ പറയുക, ഷംസ്. ഇനി അടുത്ത ഹിബ ആണ്, ടെൻറ്റ് കൂടാരം. ഏതാണ്, ഹിബാ. ഹിബാ ഈ ചിത്രം കാണുമ്പോൾ ഈ പേരുകൾ കുട്ടികൾ എന്ത് ചെയ്യണം, പറയണം. അതാണ് ഇവിടെ ഉള്ള മെയിനായിട്ടുള്ള കാര്യം. ചിത്രങ്ങൾ കണ്ടുകൊണ്ട് കുട്ടികൾ അതിൻ്റെ അറബി പേരുകൾ പറയാമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ അക്ഷരങ്ങളുടെ പേര് പറയുക. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ പേരുകൾ കുട്ടികൾ പറയണം. അപ്പോൾ ഏതാണ്, ഹംസാണ്, ഇത് സാ, ഇത് ഹ, ദാല്, സായ്, സ്വാദ്. ഇങ്ങനെ ഈ ഓരോ അക്ഷരങ്ങളുടെ പേരുകളും കുട്ടികൾ പറയുക എന്നുള്ളതാണ് ഈ പേജിൽ ചെയ്യാനുള്ളത്. ഇനി മൂന്നാമത്തെ എന്താ, സ്വാദിന് മുകളിൽ വട്ടം വരയ്ക്കുക. ഓരോ പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ സ്വാദുണ്ട്. ആ സ്വാദിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, വട്ടം വരയ്ക്കണം. ഇവിടെ ബസൽ എന്നുള്ളിടത്ത് രണ്ടാമത്തെ അക്ഷരമാണ് സ്വാദ്. ഹസല എന്നുള്ളിടത്ത് രണ്ടാമത്തെ അക്ഷരം. ബറസുൻ എന്നുള്ളിടത്ത് മൂന്നാമത്തെ അക്ഷരം. അപ്പോൾ ഈ സ്വാദിന് വട്ടം വരയ്ക്കണം. റഹ്സുൻ മൂന്നാമത്തെ അക്ഷരം സ്വാദ്. സ്വദറൻ ഇവിടെ ഒന്നാമത്തെ അക്ഷരം സ്വാദ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ കാണുന്ന ഓരോ സ്വാദിനും, ഓരോ വാക്കിലെ സ്വാദിനും എന്ത് ചെയ്യുക, കുട്ടികൾ വട്ടം വരയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അഞ്ചാമത്തത് കാണുന്നത് എന്താണ്, പാക്ക് മുകളിൽ വട്ടം വരയ്ക്കുക. പാ എന്ന അറബി മലയാള അക്ഷരം, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, വട്ടം വരയ്ക്കണം. പറഞ്ഞു, പേടി, അപ്പം, 10, രൂപ, പോയി, അങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതിലൊക്കെ പാ എന്ന് പറയുന്ന അക്ഷരങ്ങൾ. അപ്പോൾ പാൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, രൂപത്തിൽ വട്ടം വരയ്ക്കുക. അവിടെയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ചില പദങ്ങളിൽ ഇട്ടിട്ടില്ല. കുട്ടികൾ മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ വട്ടം വരയ്ക്കുക. ഈ പാക്കിടണം, അപ്പം എന്നുള്ളിടത്ത് പാക്കിടണം. ഇങ്ങനെ ഈ ഓരോ പാക്ക് മുകളിൽ എന്ത് ചെയ്യലാണ്, വട്ടം വരയ്ക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കി വായിക്കുക. ഇവിടെ നോക്കി വായിക്കാനാണ്. ഇവിടെ മാർക്കുകൾ നോക്കുക. ഫസ്റ്റത്തത് വായിച്ചാൽ ഓരോ അക്ഷരത്തിനും ഓരോ മാർക്ക് വീതം കിട്ടുക. രണ്ടാമത്തേൽ 2 മാർക്കുണ്ട്, ഒന്ന് വായിച്ചാൽ 3 മാർക്ക്, 3 3 അങ്ങനെയാണ് പോണത്. അപ്പോൾ സ, ഹി, ദു, ലോ, ഹുൻ ഇതിലുള്ള ഫത്തവും കസറും കൊടുത്ത രൂപത്തിൽ തന്നെ വായിക്കണം. ഈ സാ എന്നുള്ള ഇതിൻ്റെ സാ എന്ന് പറഞ്ഞാൽ അത് ആ അക്ഷരത്തിൻ്റെ പേരേ ആവുള്ളൂ. ഇതിന് ഫത്ത ഇട്ടിട്ട് തന്നെ വായിക്കണം, സാ. അടുത്ത ഹി, ദു, ലോ, ഹുൻ. ഇവിടെ തൻവീൻ വന്നിട്ടുണ്ട്, ഹുൻ കണ്ടാ. ആ ഹുൻ കുട്ടി വായിക്കണം, അപ്പോഴേ മാർക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത് തജ്, ജുസ്, ദിസ്, റസ്, ഹിസ്. ഇങ്ങനെ ഓരോ വാക്കുകളും അവസാനം സുക്കൂന് കൊടുത്തിട്ടുള്ളത്. അത് ഓരോന്നും കൃത്യമായിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, വായിക്കണം. വായിക്കുന്നത് തെറ്റിയാൽ മാർക്ക് പോകും. അടുത്ത ജറസുൻ. ഇവിടെയൊക്കെ തൻവീൻ, അവസാനത്തെ അക്ഷരങ്ങൾക്ക് തൻവീനുണ്ട്. ജറസുൻ, സ്വദറുൻ, സാബിത്തുൻ, ജുഹൂദുൻ, ഷഹീറുൻ. കണ്ടാ ഇവിടെ ഈ 3 അക്ഷരങ്ങൾ നീട്ടാനുണ്ട്. സാബിത്തുൻ എന്ന് വായിച്ചിട്ടുണ്ട്. അതുപോലെ ജുഹൂദുൻ, ഹാൻ്റെ നീട്ടാൻ വാവിട്ടിട്ടുണ്ട്. അടുത്ത ഹഷീറുൻ, ഷീൻ്റെ കെസറിൻ്റെ നീട്ടാൻ യാ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, വായിച്ചു കൊടുക്കണം. അടുത്തത് അഖറ, ബഹസ, ശുദ്ധിത, തെസുറു, ബുഷിറ. ഇതിലെ ശുദ്ധുള്ള അക്ഷരങ്ങളാണ്. ആ ശുദ്ധുള്ള അക്ഷരങ്ങൾ കുട്ടികളെ കൃത്യമായിട്ട് വായിക്കാൻ പഠിപ്പിക്കണം, എങ്കിലത് കുട്ടികൾക്ക് വായിക്കാൻ കഴിയുള്ളൂ. അടുത്തത് മലയാള വാക്കുകളാണ്, അറബി മലയാള വാക്കുകൾ. അടഞ്ഞു, പഴുത്തു, അരച്ചു, തോട്, പെട്ടി. ഈ വാക്കുകളൊക്കെ കുട്ടികൾ എന്ത് ചെയ്യണം, ഇത് നോക്കിയിട്ട് വായിക്കുക എന്നുള്ളതാണ് ചെയ്തത്. ഫുള്ള് നോക്കി വായിക്കാനുള്ളതാണ്. നോക്കി വായിക്കുന്നത് കൃത്യമായിരിക്കണം. അതിനെന്ത് ചെയ്യണം, വീട്ടിൽ നിന്നും കുട്ടികളെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കെല്ലാവർക്കും വിജയം നൽകുമാറാകട്ടെ. നല്ല ഹിഫ്ളും ഓർമ്മശക്തിയും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് PDF വേണ്ടവർ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും. അതുപയോഗിച്ച് ഗ്രൂപ്പിൽ കയറിയാൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ PDF ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.